ഏറ്റുമാനൂർ സീറ്റിൽ ഉന്നമിട്ട് കോട്ടയത്ത് UDF-ൽ ചരടുവലി. കോൺഗ്രസിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, DCC ജനറൽ സെക്രട്ടറി ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം വൈശാഖ് എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ. സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് തടയിട്ട് കേരള കോൺഗ്രസിലും ചർച്ചകൾ സജീവമാണ്. ജോസ്മോൻ മുണ്ടയ്ക്കൽ, റോസമ്മ സോണി, ജെയ്സൺ ജോസഫ്, കുര്യാക്കോസ് പടവൻ എന്നീ പേരുകളാണ് കേരള കോൺഗ്രസ് പരിഗണിക്കുന്നത്. ഏറ്റുമാനൂർ സീറ്റ് ഉന്നമിട്ട് കോൺഗ്രസ് നീക്കം ശക്തമാണ്. കോൺഗ്രസ് മത്സരിച്ചാൽ വിജയസാധ്യതയെന്നാണ് പാർട്ടി വിലയിരുത്തൽ. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനാണ് പ്രഥമ പരിഗണന. താഴെത്തട്ടിലുള്ള സംഘടനാ ബന്ധവും പരിചിത മുഖമെന്നതും സുരേഷിന് അനുകൂലമാണ്. ജില്ലയിലെ പാർട്ടിയിലെ സൗമ്യമുഖം, ക്ലീൻ ഇമേജ് എന്നീ ഘടകങ്ങൾ DCC ജനറൽ സെക്രട്ടറി G ഗോപകുമാറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖും പട്ടികയിലുണ്ട്. CPM കുത്തകയായിരുന്ന കുമരകം ജില്ലാ പഞ്ചായത്ത് സീറ്റ് പിടിച്ചെടുത്ത PK വൈശാഖിന് പാർട്ടിയിലെ യുവനേതാവെന്ന പരിഗണനയും ലഭിക്കും. കേരള കോൺഗ്രസിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കലിനാണ് മുൻതൂക്കം. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും നിലവിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ റോസമ്മ സോണിയുടെ പേരും ചർച്ചകളിൽ സജീവമാണ്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, പാലാ നഗരസഭ മുൻ ചെയർമാനും സീനിയർ ലീഡറുമായ കുര്യാക്കോസ് പടവൻ എന്നീ പേരുകളും കേരള കോൺഗ്രസ് പരിഗണിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലുണ്ടായ മിന്നും വിജയമാണ് UDF ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്നത്. LDF സ്ഥാനാർത്ഥിയായി മന്ത്രി VN വാസവൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.